ഈ വീഡിയോയിൽ ഞാൻ കാണിക്കുന്നത് ചുരിദാർ കട്ട് നൈറ്റിയാണ് കേട്ടോ. ഇത് നമ്മളൊരു കസ്റ്റമർ എടുത്തിട്ടുണ്ടായിരുന്നതാണ്. നമ്മുടെ അടുത്ത് തന്നെ ഉള്ളൊരു ചേച്ചിയാണ് കേട്ടോ. അപ്പോൾ 3 എണ്ണമാണ് ചേച്ചി എടുത്തിട്ടുണ്ടായിരുന്നത്. 3ഉം പിംബ്ലോസത്തിൻ്റെ പല ഡിസൈനുകളാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇതാണ്. ഇതൊരു സ്ക്വയർ വി നെക്കാണ് കൊടുത്തിട്ടുള്ളത്. സിബ് ആഡ് ചെയ്തിട്ടുണ്ട്. 7 ഇഞ്ച് 7.5 ഇഞ്ചാണ് സ്ലീവിന് ലെങ്ത് കൊടുത്തിട്ടുള്ളത്. അടുത്തത് കാണാം. രണ്ടാമത്തെ ഇതാണ് കേട്ടോ. ഇതും പിംബ്ലോസത്തിൻ്റെ തന്നെ വേറൊരു ഡിസൈനാണ് വരുന്നത്. സ്ലീവിന് 7.5 ഇഞ്ച് ലെങ്താണ് ഇതിനും കൊടുത്തിട്ടുള്ളത് കേട്ടോ. ഒരു റൗണ്ട് നെക്കാണ് ഇതിന് കൊടുത്തിട്ടുള്ളത്. ഇതിൽ സിബ് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ചുരിദാർ കട്ടിലാണ് ആ ഒരു കസ്റ്റമറിന് വേണ്ടിയിരുന്നത്. അപ്പോൾ നമ്മൾ ആ രീതിയിൽ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ മൂന്നാമത്തേതായിട്ട് എടുത്തിട്ടുണ്ടായിരുന്ന ഇതാണ് കേട്ടോ. ഇത് റൗണ്ട് നെക്കാണ് കൊടുത്തിട്ടുള്ളത്. സ്ലീവ് കൊടുത്തിട്ടുണ്ട്. 7.5 ഇഞ്ചാണ് സ്ലീവിന് ലെങ്ത് വന്നിട്ടുള്ളത്. സിബ് ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ 52 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത് വന്നിട്ടുള്ളത്. 52 ഇഞ്ച് ലെങ്തിലാണ് ചേച്ചിക്ക് അളവായിട്ടുള്ളത്. അപ്പോൾ ഇതുകൊണ്ട് പിംബ്ലോസും കൊണ്ട് ടോപ്പ് മാത്രമല്ല നൈറ്റിയും ചെയ്യാം. പിന്നെ കുറച്ച് സൂക്ഷിക്കണം. ഇത് നമ്മൾ വീട്ടിലായിട്ട് വെയർ ചെയ്യുമ്പോൾ കുറച്ച് അഴുക്കൊന്നും പറ്റാതെ കുറച്ച് സൂക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നൈറ്റിയായിട്ടും നൈറ്റി ഉപയോഗിക്കുന്നവർക്ക് ഒന്ന് സ്റ്റൈലായിട്ട് നടക്കണമല്ലോ. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് നൈറ്റിയായിട്ടും നമുക്കിത് ചെയ്യാം കേട്ടോ. അപ്പോൾ കസ്റ്റമൈസ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നമ്മൾ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ നമ്പർ കൊടുക്കാം. നമ്മളെ കോൺടാക്റ്റ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽസിൻ്റെയൊക്കെ ഫോട്ടോ നമ്മൾ സെൻഡ് ചെയ്ത് തരും. നിങ്ങൾക്ക് അതിൽ നിന്ന് സെലക്ട് ചെയ്തെടുത്തുകൊണ്ട് നിങ്ങളുടെ സൈസിൽ ഫ്രോക്ക് ആണെങ്കിലും നൈറ്റി ആണെങ്കിലും ഇനി കഫ്താനാണെങ്കിലും ഒക്കെ നമ്മൾ ചെയ്തു തരും കേട്ടോ. ഇപ്പോൾ നൈറ്റിയിൽ തന്നെ ചുരിദാർ കട്ട് നൈറ്റിയും ഫ്രോക്ക് നൈറ്റിയും പിന്നെ 3 പീസ് നൈറ്റി പിന്നെ പ്ലീറ്റ് വരുന്ന നൈറ്റി ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഏതാണോ വെയർ ചെയ്യുന്നത് ആ രീതിയിൽ നമ്മൾ ചെയ്തു തരും. ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് ഇതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്റ്റ് ചെയ്താൽ മതി. അതുപോലെ തന്നെ വരും വീഡിയോകൾ കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. എങ്കിൽ മാത്രമേ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ.